നമസ്കാരം. എഡിറ്റർ കൂടെയായ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലെത്തിയ ഫൂട്ടേജ്. വിശാഖ് നായർ, ഗായത്രി അശോക്, മഞ്ജു വാര്യർ, ഭാനുമതി പയ്യന്നൂർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. കൊച്ചിയിൽ താമസിക്കുന്ന ഒരു കപ്പിൾസിനെ കേന്ദ്രീകരിച്ചാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. കോവിഡിന്റെ സമയമാണ് പ്രധാനമായിട്ടും വരുന്നതും. മിസ്റ്റീരിയസ് ആയ സ്ഥലങ്ങളിലൊക്കെ പോവുക, അവിടുത്തെ അനുഭവങ്ങൾ ഷൂട്ട് ചെയ്യുക, അവിടുത്തെ ആളുകളുടെ അഭിമുഖങ്ങൾ എടുക്കുക, അത് യൂട്യൂബിലിടുക. അതാണ് രണ്ടുപേരുടെയും ജോലി എന്നുള്ളത്. ഈ പ്രൊഫഷനെ അവർ കാണുന്നതും വളരെ ക്രിയേറ്റീവായിട്ടാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ തൻ്റെ അയൽക്കാരിയെ തന്നെ ഫോളോ ചെയ്യാൻ തീരുമാനിക്കുന്നതാണ് ഫൂട്ടേജ് പ്രധാനമായും പറയുന്നത്. ഫൗണ്ട് ഫൂട്ടേജ് ജോൺറയിൽ വരുന്ന ത്രില്ലർ ചിത്രം കൂടെയാണ് ഫൂട്ടേജ്. 18+ ആണ് എന്നത് നിങ്ങൾ മുന്നേ അറിയാവുന്നതായിരിക്കും, എങ്കിലും ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. ചുരുക്കി സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ടെക്നിക്കലി ഒരു മികച്ച അനുഭവമാണ് ഫൂട്ടേജ്. യൂട്യൂബേഴ്സ് ആയിട്ടുള്ള കപ്പിൾസായി എത്തുന്നത് വിശാഖ് നായരും ഗായത്രി അശോകുമാണ്. ഇവരുടെ ഒരു കെമിസ്ട്രി കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നതും. അവരുടെ ജീവിത രീതി, ഓരോ കാര്യങ്ങളെയും അവർ ഒരുമിച്ച് എങ്ങനെയാണ് എടുക്കുന്നത്, അവരുടെ പ്രൊഫഷനിലെ കാര്യങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ജീവിതം, അതിൻ്റെ ഡീറ്റെയിലിംഗ് തന്നെയാണ് സിനിമയുടെ ആദ്യത്തെ കുറച്ച് ഭാഗം ഉപയോഗിക്കുന്നതും. ആ കെമിസ്ട്രി നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുമുണ്ട്. വിശാഖിനെ സംബന്ധിച്ച് ആ കഥാപാത്രത്തെ ഉടനീളം നല്ല രസമായി തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഗായത്രിയുടെ കേസിൽ വരുമ്പോൾ ചില സംഭാഷണങ്ങൾ എഫക്റ്റീവായി കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് തോന്നി. അവരുടെ ഒരു സ്ട്രഗിൾ ഫേസ് വരുന്ന സമയത്തൊക്കെ രണ്ടുപേരുടെ പ്രകടനവും നല്ലതായിരുന്നു, തീർച്ചയായും പരാമർശിക്കേണ്ടതാണ്. സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും മഞ്ജു വാര്യരുടേത് പ്രാധാന്യമുള്ള വേഷത്തിൽ തന്നെയാണ്. ആ ഒരു മിസ്റ്ററിയൊക്കെ എഫക്റ്റീവായി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഡയലോഗ് പോലും പറയാനില്ലാത്തിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ രസമായിരുന്നു. ആക്ഷൻ രംഗങ്ങളും കൊള്ളാമായിരുന്നു. ഭാനുമതി പയ്യന്നൂരാണ് മറ്റൊരു പ്രധാന വേഷത്തിൽ. നല്ല രസമായി തന്നെ റോൾ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഡയലോഗ് ഡെലിവറി. ഫുട്ടേജിന്റെ കഥ എന്നതിനേക്കാൾ ആ കഥ എങ്ങനെ പറയുന്നു എന്നതിലാണ് സൈജു ശ്രീധരന്റെ ക്രാഫ്റ്റ് പ്രകടമാകുന്നത്. ആദ്യ പകുതി ആൺകുട്ടിയുടെ ക്യാമറയിലെ കാഴ്ചകളും രണ്ടാം പകുതി പെൺകുട്ടിയുടെ ക്യാമറയിലെ കാഴ്ചകളും എന്ന നിലയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ആ യാത്രയെ, കാഴ്ചകളെ അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ വ്യൂ എന്ന നിലയിൽ കൂടെ അനുഭവപ്പെടുത്താൻ ഒരു പരിധിവരെ ചിത്രത്തിന് സാധിക്കുന്നുമുണ്ട്. കഥയുടെ ഭൂരിഭാഗവും കാട്ടിൽ വെച്ച് നടക്കുമ്പോഴും ആ അറ്റ്മോസ്ഫിയറെ ഗംഭീരമായി ക്രിയേറ്റ് ചെയ്യാൻ ചിത്രത്തിനുടനീളം സാധിക്കുന്നുണ്ട്. രാത്രിയിലെ കാടിന്റെ ശബ്ദവും കാറ്റും വെളിച്ചവുമൊക്കെയായി അവിടെ പ്രേക്ഷകനും എന്ന ഫീൽ തിയേറ്ററിൽ ലഭിക്കുന്നുണ്ട്. 2 ആക്ഷൻ സീക്വൻസുകളും കിട്ടിലമായി തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. വീണ്ടും അത് നമ്മൾ അവിടെ കിടക്കുന്ന ക്യാമറയിലാണ് കാണുന്നത്. അങ്ങനെ ഒരു ആംഗിളിൽ തന്നെ വരുമ്പോഴും ഒറിജിനൽ ഫീൽ എന്നതിനൊപ്പം കിടിലൻ എക്സ്പീരിയൻസ് തന്നെ ആവുന്നുണ്ട്. ആക്ഷൻ കൊറിയോഗ്രാഫി ഗംഭീരമായിരുന്നു. അടികിട്ടി വീഴുന്നത്, അതുപോലെ ചെവിയിൽ വെള്ളം നിറഞ്ഞാലുള്ളത്, അങ്ങനെ സൗണ്ട് എഫക്ട്സും സിനിമയിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഒരു പൊളിഞ്ഞ ബോട്ടിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളെയും വളരെ ക്രിയേറ്റീവായി തന്നെ സിനിമ പരിഗണിക്കുന്നുണ്ട്. മൊത്തത്തിൽ ആർട്ട് വർക്ക് കൂടെ പരാമർശിക്കേണ്ടതാണ്. ഷബ്ന മുഹമ്മദ്, സൈജു ശ്രീധരൻ എന്നിവരാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഛായാഗ്രഹണം ഷിനോസ്, എഡിറ്റിംഗ് സൈജു ശ്രീധരൻ, സൗണ്ട് ഡിസൈൻ നിക്സൺ ജോർജ്, സൗണ്ട് മിക്സ് സിനോയ് ജോസഫ് എന്നിവരാണ് നിർവഹിച്ചത്. ആദ്യ പകുതിയിൽ പറഞ്ഞ കഥയുടെ മറ്റൊരു ആംഗിൾ കൂടെ ചേർത്താണ് രണ്ടാം പകുതിയുടെ കഥ മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്കെങ്കിലും തിരക്കഥ ഒന്ന് ഡൗൺ ആകുന്നത് പ്രകടവുമാണ്. ടെക്നിക്കലി ബ്രില്യൻ്റായി പോകുന്ന സമയത്തും കഥ എന്നത് അത്ര എക്സൈറ്റിംഗ് ആയി വരുന്നില്ല ചിലയിടത്ത്. അവസാനത്തോടെ എടുക്കുമ്പോഴാണ് വീണ്ടും ഒന്ന് രസമായി വരുന്നത്. അതുപോലെ തന്നെ രണ്ടുപേരുടെ പേഴ്സണൽ സ്പേസിൻ്റെ ഡീറ്റെയിലിംഗ് എന്നത് അത്രത്തോളം വേണ്ടിയിരുന്നു എന്നതുകൂടെ കണ്ടു കഴിയുമ്പോൾ ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ട്. എങ്കിലും ഈ 2 കാര്യങ്ങളും ആസ്വാദനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒന്നായി തോന്നിയിട്ടുമില്ല. അടിമുടി മുന്നേ കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു അവതരണമല്ല ചിത്രം സമ്മാനിക്കുന്നത്. പരീക്ഷണം എന്ന് പറയുമ്പോഴും അതിലെ എലമെന്റ്സിൽ ഭൂരിഭാഗവും മികച്ച രീതിയിൽ കൊണ്ടുവരാനും ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. ഈ വർഷത്തെ മലയാള സിനിമകളൊക്കെ നോക്കിയാൽ പരീക്ഷണ സിനിമകൾ വരികയും ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട്. ബ്രഹ്മയുഗം, ഗഗനചാരിയൊക്കെ അതിൽ പെടുന്നതാണ്. ഫൂട്ടേജ് എത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, നല്ല സൗണ്ട് സിസ്റ്റമുള്ള തിയേറ്ററിൽ കൂടെ അനിവാര്യമാണ്. കാരണം അത്രത്തോളം ശബ്ദത്തിന് പ്രാധാന്യമുണ്ട്. അത് ഗംഭീരമായി തന്നെ വന്നിട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കേണ്ടുന്ന ഒരു പരീക്ഷണ ചിത്രം തന്നെയാണ് ഫൂട്ടേജ്. നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നിരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.